വെൽക്കം ഓൾ ഓഫ് യു. തഹ്മോനാണ്. സെഡേറ്റീവ്സ് ആൻഡ് ഹിപ്നോട്ടിക്സ് വീഡിയോ സീരീസിലെ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ ആണിത്. സ്ലീപ്പ് സൈക്കിൾ ആൻഡ് ഡിസോർഡേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സെഡേറ്റീവ്സ് ആൻഡ് ഹിപ്നോട്ടിക്സ് പഠിക്കുന്നതിന് നമുക്ക് ആദ്യം എന്താണ് ഉറക്കം, എന്താണ് സ്ലീപ്പ് എന്ന് നമ്മൾ പറയണം. രണ്ട്, വാട്ട് ആർ ദ സ്റ്റേജസ് ഓർ സൈക്കിൾസ് ഓഫ് സ്ലീപ്പ്, സ്ലീപ്പ് സൈക്കിൾസ് നമ്മൾ പറയണം. മൂന്ന്, സ്ലീപ്പ്, ഉറക്കം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് നമ്മൾ പറയണം. അഡ്വാൻറ്റേജസ് ഓർ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പറയണം. നാല്, ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഡിസോർഡേഴ്സ്, സ്ലീപ്പ് ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടും നമ്മൾ പറയണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. സ്ലീപ്പിനെ കുറിച്ചിട്ട്, സ്ലീപ്പ് സൈക്കിൾ, ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് സ്ലീപ്പ്. സോ ഫസ്റ്റ്, വാട്ട് ഈസ് സ്ലീപ്പ്? എന്താണ് ഉറക്കം? ഉറക്കം എല്ലാ ജീവജാലങ്ങൾക്കും അത്യാവശ്യമാണ്, നിർബന്ധമാണ്. സോ ഫസ്റ്റ് തിങ് ഈസ് ഇറ്റ് ഈസ് മാൻഡേറ്ററി എന്നുള്ള വാക്കാണ് നമ്മൾ പറയാം, മാൻഡേറ്ററി. രണ്ട്, ഉറക്കം ഇടവിട്ടാണ് വരുന്നത്. രാത്രിയാണ് ഉറക്കം, പകൽ നമ്മൾ ഉറങ്ങുന്നില്ല. സോ ഇറ്റ് ഈസ് പീരിയോഡിക്. പീരിയോഡിക് അല്ലെങ്കിൽ നമുക്ക് പറയാവുന്നത് സൈക്ലിക് എന്ന വാക്കാണ്, പീരിയോഡിക് ഓർ സൈക്ലിക്. മൂന്നാമത്തത്, ഉറക്കം എന്നേക്കുമായിട്ടല്ല, രാവിലെ എഴുന്നേൽക്കും. സോ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ ആണ്, റിവേഴ്സിബിൾ ആണ്. വലിയ സ്റ്റെമിന ഉണ്ടെങ്കിൽ രാത്രിയും എഴുന്നേക്കാം. നാലാമത്തെ കാര്യം നമുക്ക് പറയാനുള്ളത്, ഉറക്കത്തിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശരിയായി അറിയുന്നില്ല. സോ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് റെഡ്യൂസ്ഡ് അവയർനെസ്, റെഡ്യൂസ്ഡ് അവയർനെസ് സ്റ്റേറ്റ് ആണ് ഉറക്കം എന്ന് പറയും. സോ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നില്ല, റെഡ്യൂസ്ഡ് ഇന്ററാക്ഷൻ വിത്ത് അവർ സറൗണ്ടിങ്സ്. അഞ്ചാമത്തെ കാര്യം, ശരീരത്തിന്റെ മെറ്റബോളിക് റേറ്റ് ആണ്. മെറ്റബോളിക് റേറ്റ് കുറവാണ് ശരീരത്തിന് ഊർജം സ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് മതി. സോ വാട്ട് ഈസ് സ്ലീപ്പ്? നൗ യു ക്യാൻ ഡിഫൈൻ. ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് മാൻഡേറ്ററി, പീരിയോഡിക് ഓർ സൈക്ലിക്, റെഡിലി റിവേഴ്സിബിൾ, റെഡിലി എന്നും കൂടി ചേർക്കുക, റെഡിലി റിവേഴ്സിബിൾ സ്റ്റേറ്റ് ഓഫ് ആൾട്ടേർഡ് കോൺഷ്യസ്നസ് ഓർ റെഡ്യൂസ്ഡ് അവയർനെസ് വിത്ത് റെഡ്യൂസ്ഡ് മെറ്റബോളിക് ആക്ടിവിറ്റി ഓർ റേറ്റ് ഇൻ അവർ ബോഡി എന്നും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇൻ അവർ ബോഡി. സോ വി ഗോട്ട് ദ ഡെഫിനിഷൻ. So that is definition. So it is mandatory, periodic or cyclic, readily reversible state of altered consciousness or reduced awareness with reduced metabolic activity in our body ആണ് sleep. നമ്മുടെ ശരീരം തന്നെയാണ് ഇതുണ്ടാക്കുന്നത്, നിയന്ത്രിക്കുന്നത്. ഉറക്കം നിർത്തി എഴുന്നേൽപ്പിക്കുന്നതും നമ്മുടെ ശരീരം തന്നെയാണ്. പക്ഷേ നമ്മുടെ ചില പ്രവൃത്തികൾ കൂടി പ്രധാനമാണ്. നമുക്ക് ഉറങ്ങണ്ട എന്ന് തീരുമാനിച്ചാൽ കുറേ നേരമെങ്കിലും ഒരു പരിധിവരെ നമുക്ക് ഉറങ്ങാതിരിക്കാനും പറ്റും. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകും. ഇനി നമുക്ക് ഉറക്കം അളക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, വി ക്യാൻ ബൈ EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉപയോഗിച്ചിട്ട്, മെഷീൻ വെച്ചിട്ട് നമുക്ക് ബ്രെയിനിലെ വേവ്സ് EEG വെച്ച് അളക്കാൻ പറ്റും. നല്ല ഉറക്കത്തിൽ ബ്രെയിൻ ആക്ടിവിറ്റി കുറവായിരിക്കും. സോ സ്ലോ വേവ്സ് ആയിരിക്കും, സ്ലോ വേവ്. പക്ഷെ നമ്മളിപ്പോൾ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്ന ഈ അവസ്ഥയിൽ ഫാസ്റ്റ് വേവ്സ് ആയിരിക്കും ബ്രെയിനിൽ ഉണ്ടാവുക. ഉറക്കത്തെ പറ്റി പഠനങ്ങൾ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത്, നമ്മുടെ ഉറക്കം എന്നത് ഒരു സിംഗിൾ പ്രോസസ് അല്ല. ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ ഇവന്റ്, ഇറ്റ്സ് എ സൈക്ലിക്കൽ ഇവന്റ്. ചാക്രികമായ, സൈക്ലിക്കായ പലതും അടങ്ങിയ പല ഘട്ടങ്ങൾ, ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. മാത്രമല്ല ഒരു രീതിയിലല്ല പല സമയത്തും നമ്മളുടെ ഉറക്കം. ഒരു മനുഷ്യൻ മിനിമം ശരാശരി 8 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങണം എന്നാണ് ഒരു കണക്ക്. ഈ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുമ്പോൾ അതിൽ ഒരു 5 to 6 അല്ലെങ്കിൽ 4 to 6 ഉറക്ക സൈക്കിൾസ് ഉണ്ടാകും. ഒരു സൈക്കിൾ, ഉറക്ക സൈക്കിൾ എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്, 1.5 hours ആണ് ഒരു സൈക്കിൾ. സോ ഇങ്ങനെ 4 to 6 സൈക്കിൾ പൂർത്തിയാകുമ്പോഴാണ് നമ്മുടെ 8 മണിക്കൂർ എന്ന് പറയുന്ന ഉറക്കം നമ്മൾ പൂർത്തിയാക്കുന്നത്. ഉറക്കത്തെക്കുറിച്ച് പഠിക്കുന്ന പ്രധാനപ്പെട്ട സൊസൈറ്റി, അമേരിക്കൻ സൊസൈറ്റി, അത് AASM ആണ്. AAS ഇവരുടെ ഉറക്കത്തെ നമ്മളെ 2 രീതിയിലാക്കി തിരിച്ചിട്ടുണ്ട്. 1 നമ്മൾ വിളിക്കുന്നത് അതിനെ NREM സ്ലീപ്പ് എന്നാണ്, മറ്റേത് REM സ്ലീപ്പ്. ഓക്കെ, എന്താണ് NREM? NREM എന്ന് വെച്ചാൽ നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് ആൻഡ് REM എന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. സോ സംതിങ് റിലേറ്റഡ് ടു ഐ മൂവ്മെന്റ്, കണ്ണുകളുടെ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ആദ്യം നമ്മൾ N1 സ്റ്റേജിലായിരിക്കും ഉറങ്ങുക, ദെൻ നമ്മൾ N2ലേക്ക് പോകും, N2ൽ നിന്ന് നമ്മൾ N3ലേക്ക് പോകും, N3ൽ നിന്ന് നമ്മൾ തിരിച്ച് വീണ്ടും N2ലേക്ക് വരും, പിന്നെ N1ലേക്കല്ല പോവുക, പിന്നെ നമ്മൾ REM സ്ലീപ്പിലേക്കാണ് പോവുക. സോ ഇതെല്ലാം NREM ആണ്, ഇത് REM സ്ലീപ്പാണ്. ദെൻ തിരിച്ച് വീണ്ടും N2ലേക്ക് വരും, ചിലപ്പോൾ നമ്മൾ N3ലേക്ക് പോകും, ദെൻ വീണ്ടും തിരിച്ചു വരും, ദെൻ REM സ്ലീപ്പിലേക്ക് പോകും, പിന്നെ തിരിച്ചു വരും, പിന്നെ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല, പിന്നെ ഇവിടെയും ആയിട്ടായിരിക്കും നമ്മുടെ സ്ലീപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും.
പോവുക. സോ നമ്മുടെ സ്ലീപ്പ് NREM REM ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തായിരിക്കും പൊക്കൊണ്ടിരിക്കും, റിപ്പീറ്റ് സൈക്കിൾ. സോ NREM ഓൾട്ടർനേറ്റ് വിത്ത് REM ആൻഡ് ഈ സൈക്കിളാണ് നമ്മൾ പറഞ്ഞത് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സൈക്കിളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് 70% നമ്മൾ NREM സ്ലീപ്പിലായിരിക്കും. 70% ഓഫ് അവർ സ്ലീപ്പ് വിൽ ബി ഇൻ NREM ആൻഡ് പിന്നെ 30% വിൽ ബി ഇൻ REM സ്ലീപ്പിലായിരിക്കും. ഇനി ഈ NREM ആണ് നമ്മളുടെ ബയോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കലിൽ പ്രധാനപ്പെട്ടത് NREM സ്ലീപ്പ് ആണെന്നും REM സ്ലീപ്പ് സൈക്കോളജിക്കൽ ഫംഗ്ഷൻ ആണ് പ്രധാനപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് NREM ആൻഡ് REM സ്ലീപ്പ്. സോ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഉറക്കത്തിലേക്ക് വരാം. ഇനി നമ്മുടെ ഉറക്കം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ വിളിക്കുക സ്ലീപ്പ് ആർക്കിടെക്ചർ എന്നാണ്. സ്ലീപ്പ് ആർക്കിടെക്ചർ ഇതാണ് നമ്മൾ വിളിക്കുന്ന പേര് ഇതിന്. നമ്മൾ ഉറക്കം തുടങ്ങുന്നത് 0 ടൈമിലാണ്. ഇതാണ് 0 ടൈം. ഇവിടെ ഞാൻ 1.5 മണിക്കൂർ, 3 മണിക്കൂർ, 4.5, 6, 7.5 ഇങ്ങനെ വരച്ചിട്ടുണ്ട്. നമ്മൾ ഉറക്കം 0 ടൈമിൽ തുടങ്ങുന്നു. ഈ സമയത്ത് നമ്മൾ NREM സ്ലീപ്പിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഉറങ്ങിയിട്ടില്ല, നമ്മുടെ കണ്ണ് തുറന്നിരിക്കുകയാണ്. കണ്ണ് തുറന്നിരിക്കുമ്പോൾ ബ്രെയിൻ വേവ്സ് ഉള്ളത് ബീറ്റാ വേവ്സ് ആണ്. ബീറ്റാ വേവ്സ് എന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി വേവ്സ് ആണ്, ലോ വോൾട്ടേജ് സ്ലീപ്പാണ്. സോ ഇവിടെ നമുക്ക് ഈ EG എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബീറ്റാ വേവ്സ് ആയിരിക്കും കാണിക്കുക. ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഏകദേശം 15 to 35 സൈക്കിൾസ് പെർ മിനിറ്റ് ഉള്ള വേവ്സ് ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുക. സോ നമ്മളിപ്പോൾ കണ്ണടയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ വേവ്സ് എന്ന് പറയുന്നത് ആൽഫ വേവ്സ് ആണ്. ആൽഫ വേവ്സ്, ബീറ്റ പോയി ആൽഫ വേവ്സ്. അത് അത്രയും ഹൈ ഫ്രീക്വൻസി അല്ല, കുറച്ചും കൂടി കുറഞ്ഞതാണ്. ഒരു 8 to 14 സൈക്കിൾസ് പെർ മിനിറ്റ് ഉള്ള വേവ്സ് ആണ്. സോ കണ്ണുകളുടെ അനക്കം, ചലനമൊക്കെ അപ്പോഴത്തേക്കും പതിയെ ഇറഗുലർ ആവും. നമ്മൾ ഐ മൂവ്മെന്റ്സിനെ കുറിച്ചാണ് പറയുക. ഇറഗുലർ ആവുന്നു. നമ്മൾ പതിയെ ഡ്രൗസി, വി ഫീൽ ഡ്രൗസിനെസ്. ഡ്രൗസി ആവുന്നു, ഉറക്കപ്പിച്ചു വരുന്നു, നമ്മൾ റിലാക്സ്ഡ് ആവും. വി ബിക്കം റിലാക്സ്ഡ്. സോ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്കിനി പോകണം. സോ ഇത് നമ്മുടെ ഉറക്കത്തിന്റെ ഏകദേശം 1 to 2%. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന ആ സമയം, ഉറക്കത്തിലേക്ക് പോകുന്ന ആ സമയമാണ് ഈ 0th സ്റ്റേജ്. ഇപ്പൊ നമ്മൾ N1 സ്റ്റേജിലെത്തി. ഇതാണ് N1 സ്റ്റേജ്. സോ ദിസ് ഈസ് N1 സ്റ്റേജ്. ഈ സ്റ്റേജിനെ നമ്മൾ സ്റ്റേജ് ഓഫ് ഡോസിങ് എന്നാണ് വിളിക്കുക. സ്റ്റേജ് ഓഫ് ഡോസിങ്. ഉണർന്നിരിക്കൽ ടു ഉറക്കത്തിന്റെ ട്രാൻസിഷൻ സ്റ്റേജ് ആണ് ഈ N1 സ്റ്റേജ് എന്ന് പറയുന്നത്. പുറത്ത് നടക്കുന്ന കാര്യങ്ങളോട്, എക്സ്റ്റേണൽ എൻവയോൺമെന്റിനോടുള്ള നമ്മുടെ അലേർട്ട്നെസ് ഒക്കെ കുറഞ്ഞു. സോ ഡിക്രീസ്ഡ് അലേർട്ട്നെസ്. ഇവിടെ നമ്മൾ EG നോക്കിക്കഴിഞ്ഞാൽ ഈ EGയിൽ നേരത്തെ ബീറ്റയും ആൽഫ ആണെങ്കിൽ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് തീറ്റ വേവ്സ് ആണ്. തീറ്റ വേവ്സ് എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ കുറവായിരിക്കും. ഏകദേശം 4 to 7, 4 to 7 സൈക്കിൾസ് പെർ മിനിറ്റ് ആയിരിക്കും കിട്ടുക. ഇതിനിടയിൽ ചിലപ്പോൾ ഈ ആൽഫ വേവ്സ് ഇന്റർസ്പ്രെഡ് എന്നാണ് അതിന് പറയാ. തീറ്റ വേവ്സ് ഇന്റർസ്പ്രെഡ് വിത്ത് ആൽഫ വേവ്സ്. ഇപ്പൊ ഇവിടെ കണ്ണുകളുടെ അനക്കം പതിയെ കുറയാണ്. ഐസ് പതിയെ അനക്കം കുറയുന്നു. നമ്മുടെ മസിൽസ് എന്ന് വെച്ചാൽ പേശികളൊക്കെ റിലാക്സ് ചെയ്ത് തുടങ്ങുന്നു. പ്രത്യേകിച്ച് നെക്ക് മസിൽസ്, കഴുത്തിലെ മസിൽസ് ഒക്കെ റിലാക്സ്ഡ് ആയി. ഇപ്പോൾ ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ് തുടങ്ങിയൊക്കെ പതിയെ താഴത്തേക്ക് വരും. ചിലരിൽ അപൂർവമായിട്ട് ഈ സമയത്ത് മസിൽസ് അങ്ങോട്ട് കൺട്രാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലരിൽ അത്യപൂർവമാണ്. ഇങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹിപ്നോഗോഗിക് ജെർക്സ് എന്നാണ് വിളിക്കുക. ഹിപ്നോഗോഗിക് ജെർക്സ് ഉണ്ടാവാം ചില ആളുകളിൽ, വീഴുന്നത് പോലെയൊക്കെ തോന്നാം. സോ മൊത്തത്തിൽ നമ്മൾ ഈ സമയം സ്പെൻഡ് ചെയ്ത് ഏകദേശം 3 to 6% നമ്മുടെ ഉറക്കത്തിന്റെ സ്റ്റേജ് N1 സ്റ്റേജിൽ നമ്മൾ ടോട്ടൽ സ്പെൻഡ് ചെയ്യുന്ന സമയം. മൊത്തം ഉറക്കത്തിന്റെ 3 to 6%. അടുത്ത സ്റ്റേജ് N2 സ്റ്റേജ് ആണ്. സോ ഇതാണ് N2 സ്റ്റേജ്. വി സ്ലിപ്പ് ഇൻ ടു N1 to N2 സ്റ്റേജ്. ആൻഡ് ഈ സ്റ്റേജിനെ നമ്മൾ വിളിക്കുക ലൈറ്റ് സ്ലീപ്പ് സ്റ്റേജ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ഇക്യുവോക്കൽ സ്ലീപ്പ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ടെക്നിക്കൽ ടൈം ആണ്. സോ N2 സ്റ്റേജ് ഈസ് ലൈറ്റ് സ്ലീപ്പ്. ഈ സ്റ്റേജിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തീറ്റ വേവ്സ് തന്നെയാണ് കിട്ടുക, സ്ലോ വേവ്സ് ആണ് കാണുക. പക്ഷേ ഇതിനിടയ്ക്ക് നമുക്ക് സ്ലീപ്പ് സ്പിൻഡിൽസ് കാണാം, വാക്സിങ് ആൻഡ് വെയിനിങ് ഓഫ് വേവ്. ഇതുണ്ടാവാൻ ഇങ്ങനെ കാണാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലെ തലാമസിന്റെ ഡിസ്ചാർജ് ആണ് ഈ സമയത്ത് കാണിക്കും. സോ ഇവിടെ നമ്മൾ ആളൊന്ന് സെൻസറി സ്റ്റിമുലേ കൊണ്ട് ഉണർത്തി കഴിഞ്ഞാൽ നമുക്കൊരു K കോംപ്ലക്സ്, ഇങ്ങനെ ഒരു വലിയൊരു കോംപ്ലക്സ് കിട്ടും. അതിനെ K കോംപ്ലക്സ് എന്നാണ് വിളിക്കുക. K ഫോർ നോക്ക്, KNOCK. നോക്ക് എന്ന് വെച്ചാൽ മുട്ടുക എന്നാണ്. ഈ ശാസ്ത്രജ്ഞൻ ഇത് ചെയ്തുകൊണ്ടിരുന്നത് സ്വന്തം മോനിലായിരുന്നു. അപ്പോൾ വാതിലൊന്ന് മുട്ടിയപ്പോൾ ഈ ഇങ്ങനെ സ്പൈക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് അതിനെ K കോംപ്ലക്സ് എന്ന് പറയാം. സോ അവിടെ നമ്മുടെ കണ്ണുകളുടെ അവസ്ഥ എന്താണ്? കണ്ണുകൾ ഇപ്പോൾ ഏകദേശം മൂവ്മെന്റ്സ് ഒക്കെ കുറഞ്ഞു. സോ കണ്ണുകളുടെ ഐ മൂവ്മെന്റ്സ് ഇല്ല. മസിലുകളൊക്കെ ആക്ടിവിറ്റി കുറവാണ്. സോ മസ്കുലാർ ആക്ടിവിറ്റി കുറഞ്ഞു. പുറത്ത് നടക്കുന്നൊന്നും നമ്മൾ നേരത്തെ അറിയുന്നില്ല, ഇപ്പോഴും ഒട്ടും അറിയുന്നില്ല. സോ അവർ കോൺഷ്യസ് അലേർട്ട്നെസ് ഈസ് ലോസ്റ്റ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറഞ്ഞു. ഹാർട്ട് റേറ്റ്, BP, റെസ്പിറേഷൻ എല്ലാം താഴ്ത്തോട്ട് പോയി, എല്ലാം കുറഞ്ഞു നിൽക്കുകയാണ്. സോ ഈ സ്റ്റേജിലാണ് നമ്മൾ ഏറ്റവും അധികം ഉറങ്ങുന്നത്. ദിസ് സ്റ്റേജിലാണ്. ഈ സ്റ്റേജ് ഏകദേശം നമ്മുടെ 40 to
50% ഉറക്കം ഈ സ്റ്റേജിലാണ്. ഈ സ്റ്റേജിൽ നമ്മൾ സ്വപ്നങ്ങൾ കാണുമെന്ന് വെച്ചാൽ യെസ്, നമ്മളിവിടെ സ്വപ്നങ്ങൾ കാണും. പക്ഷെ അത് സ്വപ്നങ്ങളുടെ പ്ലോട്ട് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ പ്ലോട്ട്സ് ഒക്കെ ഉള്ള സ്വപ്നങ്ങളെ കാണാം. ലളിതമായിട്ടുള്ള സ്വപ്നങ്ങളെ ഈ സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. N2 നിന്ന് നമ്മൾ വീണ്ടും താഴത്തേക്കാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് N3 സ്റ്റേജിലേക്കാണ്. N3 സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡീപ്പ് സ്ലീപ്പ് എന്നാണ് വിളിക്കുക. ഡീപ്പ് സ്ലീപ്പ് ഓർ വേറെ പേര് സെറിബ്രൽ സ്ലീപ്പ് എന്ന് വിളിക്കാം. സെറിബ്രൽ മീൻസ് നമ്മുടെ സെറിബ്രം ഉറങ്ങാണ്. സെറിബ്രമാണ് സീറ്റ് ഓഫ് ഇന്റലിജൻസ്. നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സെറിബ്രം. അല്ലെങ്കിൽ അതിനെ സ്ലോ വേവ് സ്ലീപ്പ് എന്നും വിളിക്കും. സ്ലോ വേവ് സ്ലീപ്പ്. നേരത്തെ ഈ സ്റ്റേജിനെ സ്റ്റേജ് 3, സ്റ്റേജ് 4 എന്നൊക്കെ വിളിച്ചിരുന്നു. ഇപ്പൊ ഇല്ല, ഇപ്പൊ N3 സ്റ്റേജ് എന്നാണ് നമ്മൾ വിളിക്കുക. ഇവിടുത്തെ ECG വേവ്സ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് ഡെൽറ്റ വേവ്സ് ആണ്. ഡെൽറ്റ വേവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 0.5 to 3 സൈക്കിൾസ് പെർ മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് നമ്മൾ സ്ലോ വേവ് എന്ന് പറയാം. മാത്രമല്ല ഇടയ്ക്ക് ഇവിടെ തീറ്റ വേവ്സ് ആയിരുന്നു. ഇടയ്ക്ക് ഡെൽറ്റ വേവിന്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ തീറ്റ വേവ്സ് കൂടി കാണാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇവിടെ നമ്മളിപ്പോൾ നോക്ക് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ആളെ നോക്ക് ചെയ്ത് കഴിഞ്ഞാൽ K കോംപ്ലക്സ് ഉണ്ടാക്കാം. പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് കൊടുക്കണം. സ്ട്രോങ് സ്റ്റിമുലസ് കൊടുത്താൽ മാത്രമേ ആളെ എഴുന്നേൽപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അതിന്റെ അർത്ഥം ആളെ എഴുന്നേൽപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഓക്കെ. ആൻഡ് ഇപ്പോൾ ആൾ എഴുന്നേറ്റു എന്ന് വിചാരിക്കുക. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 1 to 2 മിനിറ്റ്സ് നേരത്തേക്ക് ആള് ഡിസ്ഓറിയന്റഡ് ആയിരിക്കും. ആണ്. കാരണം സെറിബ്രം ഉറങ്ങിക്കിടക്കുകയാണ്. സോ ഇത് സ്ലോ വേവ് സ്ലീപ്പ് ആണ്. ഡെൽറ്റ വേവ്സ് ആണ് നമ്മൾ പറഞ്ഞു. ഈ ഘട്ടത്തിൽ കണ്ണിന്റെ അവസ്ഥ എന്താ? കണ്ണ് അനങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ മൂവ്മെന്റ്സ്. നോ ഐ മൂവ്മെന്റ്സ് ഇല്ല. സോ ഐസ് ആർ ഫിക്സ്ഡ്. വാട്ട് അബൌട്ട് മസിൽസ് ആർ റിലാക്സ്ഡ് ആണ്. മസിൽസ് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. നോട്ട് ഇൻ കൺട്രാക്റ്റഡ് ഫേസിലല്ല. ഈ സമയത്ത് നമ്മൾ ഇവിടെ സ്വപ്നങ്ങൾ കാണും. സോ അതിനെ നമ്മൾ പാരാസോംനിയാസ്, ഇനി പറയുന്ന എല്ലാം കൂടി ചേർത്തിട്ടാണ് പാരാസോംനിയ. സോ നൈറ്റ് ടെറർ ഉണ്ടാവുന്നത് ഈ സമയത്താണ്. ടെറർ സ്ലീപ്പ് ഈ N3 ഘട്ടത്തിലാണ്. ഇവിടെ നമ്മൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചാൽ പറ്റില്ല. സോ ആൾക്ക് ഇപ്പോൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് പേടിച്ച് നമ്മൾ എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കും. പക്ഷെ നമുക്ക് ഓടാൻ പറ്റില്ല. കാരണം നമ്മുടെ മസിൽസ് ഒക്കെ റിലാക്സ്ഡ് ആണ്. നമ്മൾ ഓടുന്നതായിട്ടൊക്കെ നമ്മൾ സങ്കല്പിക്കും. പക്ഷെ മസിൽ നമുക്ക് ഓടാൻ പറ്റുന്നില്ല. നമ്മൾക്ക് മനസ്സിലാകും. നമ്മൾ പേടിക്കും. ഭയങ്കരമായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഈ സ്റ്റേജിലാണ്. സാധാരണ രീതിയിൽ ഈ സ്റ്റേജിലുള്ളത് നമുക്ക് പിന്നീട് ഓർക്കാൻ പറ്റില്ല. നമ്മൾക്ക് രാവിലെ എഴുന്നേറ്റിരുന്ന് ഈ സ്റ്റേജിലേക്ക് മറക്കും. പക്ഷെ നമ്മളിപ്പോൾ ആ സമയത്ത് പേടിച്ചിട്ട് എഴുന്നേറ്റിരുന്ന് ഇച്ചിരി നേരമൊക്കെ വീണ്ടും നോർമൽ ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഓർത്തിരിക്കാൻ പറ്റിയിരിക്കും. ദെൻ അടുത്ത പ്രശ്നം, ഈ സ്റ്റേജിലാണ് നമ്മൾ രാത്രി സംസാരിക്കുന്നത്. നമ്മുടെ രാത്രി സംസാരം അതിന് നമ്മൾ വിളിക്കുക സോംനിലോക്കി എന്നാണ്. ദെൻ സോംനാംബുലിസം എന്ന് പറയുന്നത് നടക്കുന്നതും ഈ സ്റ്റേജിലാണ്. അതിന് നൈറ്റ് വാക്കിംഗ്, രാത്രി നടക്കൽ എന്നാണ് പറയുന്നത്. ദെൻ അടുത്തൊരു പ്രശ്നമാണ് ബ്രക്സിസം, പല്ലിങ്ങനെ കടിച്ചു പിടിക്കുന്ന അവസ്ഥയാണ്. സോ ബ്രക്സിസം ഉണ്ടാവുന്നതും ഈ സ്റ്റേജിലാണ്. ദെൻ ഈ സ്റ്റേജിൽ നമ്മുടെ മെറ്റബോളിക് റേറ്റ് ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലായിരിക്കും. സോ അറ്റ് റെസ്റ്റ് ആണ്. ഈ സ്റ്റേജിലാണ് ഗ്രോത്ത് ഹോർമോൺ, നമ്മുടെ ശരീരത്തിൽ വളർച്ചാ ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ഈ സ്റ്റേജിലാണ്. സോ കൊച്ചുകുട്ടികളിലൊക്കെ വളർച്ചയുടെ സ്റ്റേജ് എന്ന് പറയുന്നത് N3 ഡീപ്പ് സ്ലീപ്പ് സ്റ്റേജ്. മുതിർന്നവരിൽ എല്ലുകളുടെ വളർച്ചയല്ല, പല പ്രോട്ടീൻ സിന്തസിസ്, ഒരുപാട് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാക്കുക. നമ്മുടെ ശരീരം ഇങ്ങനെ എപ്പോഴും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പുതിയ പ്രോട്ടീൻ ഒക്കെ വേണം, പഴയതൊക്കെ കളയണം. സോ അതെല്ലാം നടക്കുന്ന ഘട്ടമാണിത്. ഏകദേശം നമ്മൾ 5 to 8% സമയമാണ് മൊത്ത ഉറക്കത്തിന്റെ ഈ സ്റ്റേജിൽ N3 സ്റ്റേജിൽ നമ്മൾ ചിലവഴിക്കുന്നത്. ഇനി നമ്മൾ N3യിൽ നിന്ന് വീണ്ടും N2ലേക്കാണ് പോവുക. വീണ്ടും നമ്മൾ N2ലേക്ക് പോകും. N2ൽ കുറച്ച് നേരം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യും. ദെൻ വീണ്ടും നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. പക്ഷെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ N1 ഘട്ടത്തിലേക്കല്ല നമ്മൾ പോവുക. നമ്മൾ പോകുന്ന ആ ഘട്ടത്തിന് REM സ്ലീപ്പ് എന്നാണ് പറയുക. REM സ്ലീപ്പ് മീൻസ് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. റാപ്പിഡ് ഐ മൂവ്മെന്റ് ആണ്, കണ്ണുകൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കെ. സോ ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് പാരാഡോക്സിക്കൽ സ്ലീപ്പ് എന്നാണ് പറയുക. പാരാഡോക്സിക്കൽ സ്ലീപ്പ് ഉറക്കമാണ്, പക്ഷെ പലതും നമ്മൾ ഉണർന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ബ്രെയിനിലെ എല്ലാത്തരം ഫ്രീക്വൻസി വേവും കാണാം. നമ്മൾ ആൽഫ തൊട്ട് നമുക്ക് ഡെൽറ്റ വരെയുള്ള എല്ലാ ഫ്രീക്വൻസി വേവ്സും നമുക്ക് EEG നോക്കിയാൽ കാണാം. ഓൾ ഫ്രീക്വൻസി വേവ്സ് വി ക്യാൻ. ഈ സമയത്ത് K കോംപ്ലക്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. കാരണം നമ്മൾ പെട്ടെന്ന് എഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുക. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്ന സവിശേഷതയുള്ള പീരീഡ് ആണ് ഈ REM സ്ലീപ്പ്. അത് കണ്ണുകളുടെ മൂവ്മെന്റിലാണ്. നമ്മൾ REM എന്ന് വെച്ചാൽ റാപ്പിഡ് ഐ മൂവ്മെന്റ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഡാർട്ടിംഗ് ഐ മൂവ്മെന്റ്സ് നോ റോവിംഗ് ഐ മൂവ്മെന്റ്സ് നോ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഡാർട്ടിംഗ് ഐ മൂവ്മെന്റ്. ഈ സമയത്ത് നമ്മൾ ധാരാളം സ്വപ്നങ്ങൾ കാണും. സോ വി സോ ലോട്ട് ഓഫ് എന്താ പറയാ ഡ്രീംസ്. വിവിഡ് ആയിട്ടുള്ള ഡ്രീംസ് ആയിരിക്കും, ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഡ്രീംസ് ആയിരിക്കും. ഓക്കെ, ഇത് ഓർത്തിരിക്കാനും പറ്റും, നമുക്ക് പിന്നീട് ഓർക്കാൻ പറ്റും. ദെൻ BP, ഹാർട്ട് റേറ്റ്, റെസ്പിറേഷൻ, ഇതൊക്കെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്.
ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഘട്ടമാണ്, ഇറഗുലർ ആണ്. ആൻഡ് പുരുഷന്മാരിൽ ഈ സമയം ഇറക്ഷൻ ഉണ്ടാക്കാം, ഇറക്ഷൻ ഇൻ മെയിൽ. ദെൻ ഫീമെയിൽസിലെ വജൈനൽ കൺജഷൻ ഉണ്ടാക്കാം, ഓർ യോനിയിൽ കൺജഷൻ ഉണ്ടാക്കാം. നമ്മുടെ മിക്കവാറും 20 to 30% ഓഫ് ദ സ്ലീപ്പ് ഈസ് ഇൻ REM സ്ലീപ്പ്. നമ്മൾ 30 നേരത്തെ പറഞ്ഞു. ഈ ഘട്ടത്തിലാണ് നമ്മൾ നടക്കുക. സോ ഈ സമയത്ത് ശരീരത്തിൽ ഇറഗുലർ ആയിട്ടുള്ള ബോഡി മൂവ്മെന്റ്സ് നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാക്കും. ഇത്ര ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്ലീപ്പിന്റെ ആദ്യത്തെ ഘട്ടം പൂർത്തിയായി. ഫസ്റ്റ് സൈക്കിൾ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ആദ്യത്തെ ഘട്ടം പൂർത്തിയാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യും? REM-ൽ നിന്ന് നമ്മൾ വീണ്ടും N2ലേക്ക് തിരിച്ചു വരും. ദെൻ ചിലപ്പോൾ N3ലേക്ക് പോകും ചെറുതായിട്ട്. ദെൻ വീണ്ടും N2ലേക്ക് വരും. ദെൻ നമ്മൾ വീണ്ടും REM-ലേക്ക് പോകും. ദെൻ വീണ്ടും നമ്മൾ N2ലേക്ക് പോകും. ദെൻ ചെറുതായിട്ട് വേണമെങ്കിൽ N3ലേക്ക് പോകാം, വളരെ ചെറുതായിരിക്കും. വീണ്ടും N2ലേക്ക് പോകാം. ദെൻ REM-ലേക്ക് പോകും. പിന്നെ വന്ന് നമ്മൾ REM-ലേക്ക് N2ലേക്ക് മാത്രമേ പോകൂ, N3ലേക്ക് പോകുന്നില്ല എന്ന് നമുക്ക് കാണാം. ഈ REM വലുതായി വരികയും ദെൻ നമ്മുടെ ഉറക്കം മൊത്തം N2ലും REM-ലും മാത്രമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഈ ഘട്ടത്തിലേക്ക് പിന്നീട് വരൽ കുറയും. ഓക്കെ, സോ നമ്മുടെ ഉറക്കം കൂടുതലായിട്ട് N2 സ്റ്റേജിലും REM സ്റ്റേജിലുമായിട്ട് ചുരുങ്ങും. ഓക്കെ, N3 സ്റ്റേജ് ഡീപ്പ് സ്ലീപ്പിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ N2 കുറഞ്ഞ് ലാസ്റ്റ് REM-ലേക്ക് നമ്മൾ കൂടുതലായിട്ട് വരും. ഇതും കുറഞ്ഞ് നമ്മൾ REM-ലേക്ക് വരും. നമ്മൾ എഴുന്നേക്കുന്നത് രാവിലെ REM സ്റ്റേജിലാണ്. സോ അതുകൊണ്ടാണ് പുരുഷന്മാരിലൊക്കെ ലിംഗം ഇറക്ഷൻ കൂടുതലായിട്ട് കാണുന്നത്, എഴുന്നേറ്റ് വരും. സോ ഒരു 8 മണിക്കൂറിൽ നമ്മളപ്പോൾ ഏകദേശം ഒരു 4 to 5 സൈക്കിൾസ് അല്ലെങ്കിൽ 6 വരെയുള്ള സൈക്കിൾസ് ആയിരിക്കും നമ്മൾ പൂർത്തിയാക്കുക. സോ ഡീപ്പ് സ്ലീപ്പ് നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ REM-ൽ രാവിലെ നമുക്ക് എഴുന്നേൽക്കുമ്പോൾ കൂടുതൽ തണുപ്പ് തോന്നും. നമുക്ക് കൂടുതൽ തണുപ്പ് രാവിലെയാണ് തോന്നും. കാരണം ഈ ബോഡി ടെമ്പറേച്ചറിൽ REM-ൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. സോ പലരും രാവിലെ ആയിരിക്കും പുതപ്പ് അന്വേഷിക്കുക, രാത്രി മൊത്തം പുതപ്പില്ലാതെ കിടന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും വീണ്ടും പുതച്ചും കൂടി കിടക്കുന്നതിന് കാരണം ബിക്കോസ് ഈ മസിൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള REM സ്ലീപ്പിന്റെ പ്രത്യേകതയാണ്. ഇനി നമുക്ക് നാച്ചുറൽ സ്ലീപ്പ് പോലെ നമ്മൾ ഉറക്കമുണ്ടാക്കുന്ന മരുന്നുകളുണ്ട്. സോ മരുന്നുകളെ പറ്റി നമ്മൾ പുറകെ പറയും. ഈ മരുന്നുകളെ നമ്മൾ ഹിപ്നോട്ടിക്സ് എന്നാണ് വിളിക്കുക. ഹിപ്നോട്ടിക്സ് ഓർത്തിരിക്കുക, ഹിപ്നോട്ടിക്സ്. സോ ഹിപ്നോട്ടിക്സ് ആർ ഡ്രഗ്സ് വിച്ച് ഇൻഡ്യൂസ് സ്ലീപ്പ് ഉണ്ടാക്കുന്ന മരുന്നുകളെ നമ്മൾ ഹിപ്നോട്ടിക്സ് എന്നാണ്. പക്ഷെ ചില മരുന്നുകൾ നമ്മുടെ എക്സൈറ്റ്മെന്റ് കുറയ്ക്കും, നമ്മളെ കാമാക്കും, പക്ഷെ ഉറക്കം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക സെഡേറ്റീവ്സ്. സോ സെഡേറ്റീവ്സ് ഒരു ഡ്രൗസിനെസ് മാത്രമാണ് ഉണ്ടാക്കുക. അത് നമ്മുടെ അലേർട്ട്നെസ് കുറയ്ക്കുകയും പുതിയ ബ്രെയിൻ ഐഡിയാസ് അല്ലെങ്കിൽ ബ്രെയിൻ ഐഡിയേഷൻസ് എന്നാണ് പറയുക. ഐഡിയേഷൻസ് ബ്രെയിനിൽ ഇങ്ങനെ ഐഡിയാസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എപ്പോഴും. അത് കുറയ്ക്കും. മോട്ടോർ ആക്ടിവിറ്റി, ഈ ഐഡിയാസ് മൂലമുള്ള മോട്ടോർ ആക്ടിവിറ്റി ഒക്കെ കുറയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക സെഡേറ്റീവ്സ് എന്ന്. സോ ഹിപ്നോട്ടിക്സ് ആണ് ഉറക്കം ഉണ്ടാക്കുന്നത്. സെഡേറ്റീവ്സ് നമുക്ക് ഡിക്രീസ്ഡ് അലേർട്ട്നെസ് അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് കുറയ്ക്കുക എന്നുള്ളതൊക്കെ മാത്രമാണ് ചെയ്യുക. ഉറക്കം ഉണ്ടാക്കുന്നത് ഹിപ്നോട്ടിക്സ് ആണെന്ന് ഓർത്തിരിക്കുക. പബ്ലിക്കിനെ പക്ഷെ സെഡേറ്റീവ് ആണ് ഉറക്കം ഉണ്ടാക്കുന്നതെന്നാണ് പറയുക. പക്ഷെ നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ മെഡിക്കൽ വിഭാഗത്തിലുള്ളവർ നമ്മൾ പറയും ഹിപ്നോട്ടിക്സ് ആണ് ഉറക്കം ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഉറക്കം കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾക്ക് പറയുന്നത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്ലീപ്പ്? ഒന്ന്, വളർച്ച, ഗ്രോത്ത്, അല്ലെ, വെരി ഇമ്പോർട്ടൻറ്റ്. വളർച്ച എന്ന് വെച്ചാൽ കുട്ടികളിലുള്ള എല്ല് വളർച്ച, മസിൽ വളർച്ച മാത്രമല്ല, അത് ഉറക്കത്തിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രോത്ത് ഹോർമോൺ രാത്രി ഉറക്കത്തിലാണെന്ന് പറഞ്ഞു. സോ വളരും. ഇനി ഗ്രോത്ത് ഹോർമോൺ മാത്രമല്ല മറ്റ് പല ഹോർമോൺസ് ഇൻക്ലൂഡിങ് ഗ്രോത്ത് ഹോർമോൺ, ഇത് ഒരുപാട് പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രോട്ടീൻ സിന്തസിസ് എല്ലാം തന്നെ രാത്രിയാണ്. ഹോർമോണുകളും എല്ലാം പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാക്കും. സോ ഈ പ്രോട്ടീൻ നിർമ്മാണം ഒക്കെ നടക്കുന്നത് രാത്രിയാണ്. സോ ഉറക്കത്തിലാണ്. സോ ശരിയായിട്ട് വളരാനും ആ വളർച്ച മെയിൻറ്റെയിൻ ചെയ്യാനും ശരീരം ആരോഗ്യസ്ഥിതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ഉറക്കം ഉണ്ടായേ പറ്റൂ. 2, രാത്രിയാണ് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ശരീരം രാത്രി ഒരു 12 to 2 മണി ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്. സോ ഈ സമയത്ത് നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ എന്ത് പറ്റും? കൊളസ്ട്രോൾ ഉണ്ടാവില്ല. കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ എന്ത് പറ്റും? കൊളസ്ട്രോൾ അടിസ്ഥാന ഘടകമാണ്. അതിന് ഒരുപാട് ഹോർമോൺസ് ഉണ്ടാക്കാൻ കൊളസ്ട്രോൾ വേണം. ഈസ്ട്രോജൻ ഉണ്ടാക്കാൻ വേണം, പ്രൊജസ്ട്രോൺ ഉണ്ടാക്കാൻ വേണം, ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കാൻ വേണം, ദെൻ കോർട്ടിസോൾ, സ്ട്രെസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ, ഇതിനെല്ലാം നമുക്ക് അടിയന്തര ഘട്ടങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് വേണം. റീപ്രൊഡക്ഷൻ, ഡെവലപ്മെന്റ് ഓഫ് ഗൊണാഡ്. സോ എല്ലാത്തിനും ബേസിക് ആയിട്ട് കൊളസ്ട്രോൾ വേണം. കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് രാത്രിയാണ്. പിന്നെ കൊളസ്ട്രോൾ വെച്ചിട്ട് വേറെ സെൽ മെംബ്രെയിൻ്റെ ഫ്ലെക്സിബിലിറ്റി നിലനിർത്തണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊളസ്ട്രോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ പഴയതൊക്കെ മാറ്റി പുതിയത് പിടിപ്പിക്കണമെങ്കിൽ അതും രാത്രിയാണ് നടക്കുക. സോ സെൽ മെംബ്രെയിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൊളസ്ട്രോൾ വേണം. സോ രാത്രിയാണ് ഇത് നടക്കുക. 3 ഉറക്കത്തിലാണ് ഇത് നടക്കുക. 3 പ്രധാനമായിട്ടും കാർഡിയോ വാസ്കുലാർ
സെല്ലുലാർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ BP, രക്തസമ്മർദ്ദം, അതിന്റെ റെഗുലേഷൻ, നിയന്ത്രണം ഒക്കെ നടക്കണമെങ്കിൽ രാത്രി ആണ് ഇതൊക്കെ നടക്കുക. പ്രധാനമായിട്ടും കൺട്രോൾ. ദെൻ ഇമ്പോർട്ടന്റ് മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആണിത്. കാരണം ബ്രെയിൻ നമ്മൾ ഓൾറെഡി കണ്ടു, സെറിബ്രൽ സ്ലീപ്പ് നമ്മൾ പറഞ്ഞത് എവിടെയാണ്? N3 സ്റ്റേജിലാണ്. സോ ശരിയായിട്ട് ഉറങ്ങില്ലെങ്കിൽ N3 സ്ലീപ്പ് കിട്ടില്ല. മെമ്മറി ഒന്നും ശരിയാവില്ല. രാത്രിയാണ് തലച്ചോറിൽ പലതും ഇങ്ങനെ അടുക്കി വെക്കുക. പകല് കണ്ട കാര്യങ്ങളൊക്കെ ബ്രെയിനിൽ ഫീഡ് ചെയ്തെല്ലാം രാത്രി എടുത്തെടുത്ത് അടുക്കി വെക്കുമ്പോൾ, സോ ഈ അടുക്കി വെക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അത് സ്വപ്നമായിട്ട് കാണും. ഈ ബ്രെയിൻ ഇങ്ങനെ എടുത്ത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള, അതുകൊണ്ടാണ് അവ തമ്മിൽ ഒരു ഇണക്കമില്ലാതെ വരിക. ഒരു കാര്യം ആദ്യം അടുക്കി വെക്കുന്നത്, അടുത്ത് വെക്കുന്നത്, ഇങ്ങനെ മാറി വരുമ്പോഴത്തേക്കും നമ്മളെ സ്വപ്നമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഓർമ്മകൾ എടുക്കാനും പുതിയ മെമ്മറീസ് ഉണ്ടാക്കാനും ഒക്കെ ന്യൂറോജെനസിസ് ഇങ്ങനെയൊക്കെ ഉള്ളത് രാത്രിയാണ് നടക്കുക. 5 ഇമ്പോർട്ടന്റ് ഇൻ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓടാനും ചാടാനും എല്ലുകൾ ഒക്കെ വേണം അല്ലെ. ഓടി രക്ഷപ്പെടാൻ എല്ലുകളിലെ മസിലും ഒക്കെ ഉണ്ടെങ്കിലാണ്. സോ അത് ഉണ്ടാക്കണം. 2 ഈ എല്ലുകളുടെ അകത്താണ് എന്തുള്ളത്? ബോൺ മാരോ ഉള്ളത്. ബോൺ മാരോ നിന്ന് ഉണ്ടാവുക RBC ഉണ്ടാകും, WBC ഉണ്ടാകും, പ്ലേറ്റ്ലെറ്റ്സ്. സോ WBC ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. പ്രതിരോധത്തിനുള്ള കോശങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് രാത്രി, അപ്പോൾ ബോൺ മാരോയിൽ നിന്നാണ്. ദെൻ RBC ഉണ്ടെങ്കിൽ വിളർച്ചയൊക്കെ ഇല്ലാതെ ബ്ലഡ് എല്ലായിടത്തും ഓക്സിജൻ എത്തിക്കാൻ പറ്റുള്ളൂ. സോ ഇമ്മ്യൂണിറ്റി, പ്രതിരോധം, ഇങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് രാത്രി നന്നായിട്ട് ഉറങ്ങണം. ദെൻ 6ാമത്തത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹം റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. പുതുക്കണം അല്ലെ. നമ്മൾ ഫുഡ് കഴിച്ചതും ഒക്കെ ഒരുപാട് ഇവിടെ വിയർ ആൻഡ് ടിയർ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ റിപ്പയർ ചെയ്ത് പുതിയത് ഉണ്ടാക്കാനും സെക്രീഷൻസ് ഒക്കെ കുറയ്ക്കാനും രാത്രി ബേസൽ സെക്രീഷൻസ് മാത്രമായിട്ട് നിർത്താനും ഒക്കെ നമുക്ക് ഉറക്കം വേണം. ഓക്കെ, സോ ജസ്റ്റ് കുറച്ച് അഡ്വാൻറ്റേജസും കാര്യങ്ങൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇത് മാത്രമൊന്നുമല്ല, മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് ഉറക്കത്തിനെ പറ്റി പറയാനുണ്ട്. ഇനി നമുക്ക് പറയേണ്ടത് സ്ലീപ്പ് ഡിസോർഡേഴ്സ് ആണ്. സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഓർ ഉറക്ക തകരാറുകളെ കുറിച്ചിട്ടാണ് നമ്മൾക്ക് പറയാനുള്ളത്. ഒരു ഫുൾ ഫ്ലഡഡ് അല്ല, എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് പോകാം. 2 തരം ഉറക്ക തകരാറുണ്ട്. ഒന്ന് ഡിസോംനിയാസ് ആണ്, ഡിസോംനിയാസ്. 2ാമത്തത് പാരാസോംനിയാസ് ആണ്, പാരാസോംനിയാസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഉദാഹരണം നൈറ്റ് ടെറർ, സ്ലീപ്പ് വാക്കിംഗ്, സ്ലീപ്പ് ടോക്കിംഗ്, സ്ലീപ്പ് പാരാലിസിസ്, ബ്രക്സിസം, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ പാരാസോംനിയയിൽ വരുന്നത്. സോ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി അപ്പോൾ ഉള്ളത് ഡിസോംനിയാണ്. ഡിസോംനിയയിൽ 2 തരമാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് ഉറക്കക്കുറവ് ഓർ ഇൻസോംനിയ. 2 ഉറക്ക കൂടുതലാണ് അല്ലെ, അത് നമ്മൾ ഹൈപ്പർ, ഉറക്കം കൂടുക, ഹൈപ്പർസോംനിയാസ് എന്ന് പറയാം. ഹൈപ്പർസോംനിയ. ഈ ഡിസോംനിയയിൽ ഏറ്റവും കൂടുതൽ ഇൻസോംനിയ തന്നെയാണ്. ഇൻസോംനിയ ആണോ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ആളുകളിലൊക്കെ ഉള്ള പ്രശ്നം അതാണ്. സോ 2-3 തകരാറുകളാണ്. ഒന്ന് ഉറങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഫാളിങ് എസ്ലീപ്പ്, ഉറക്കത്തിലേക്ക് വീഴാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. സമയം പിടിക്കും, ഉറക്കം കിട്ടാൻ പാട്. ഇനി ഉറങ്ങിയാലോ ഇടയ്ക്കിടയ്ക്ക് ഉറക്കം പോയി എഴുന്നേക്കാം. സോ മെയിൻ്റനൻസ് ബുദ്ധിമുട്ടാണ്. മെയിൻ്റനൻസ് ഇൻ ആ സ്ലീപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ട്. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കലുണ്ടാകും. ഇനി വേഗം ഉറക്കം പൂർത്തിയാകാതെ എഴുന്നേൽക്കലാണ് അടുത്തത്. ഏർലി എറൗസലാണ് അടുത്ത പ്രശ്നം. ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇൻസോംനിയ എന്ന് പറയും. സോ ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഒന്ന് മെഡിക്കൽ, എന്തെങ്കിലും രോഗങ്ങൾ, മെഡിക്കൽ റീസൺ, അതാണ് പ്രധാനപ്പെട്ട ഒരു ഉറക്കത്തിനുള്ള തകരാറുകൾ. സൈക്കാട്രി പ്രശ്നങ്ങൾ, സൈക്കാട്രിക് മാനിയൊക്കെ ആണെങ്കിൽ ഉറക്കമേ ഇല്ലല്ലോ. ദെൻ അടുത്തത് സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. സോഷ്യൽ കോസസ്, സാമ്പത്തികമായിരിക്കാം, കുടുംബ ബന്ധങ്ങളായിരിക്കാം. ബിഹേവിയറൽ പ്രശ്നങ്ങളുണ്ട്, സ്വഭാവത്തിലുണ്ടാകുന്ന ഉറക്കത്തിൽ തന്നെ ഇവരുടെ ക്യാരക്ടർ അനുസരിച്ചുള്ള പ്രശ്നങ്ങൾ. ദെൻ അടുത്തുണ്ടാകാവുന്നത് ആൽക്കഹോളോ അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസോ അങ്ങനെയൊക്കെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ മൂലമുള്ള ഉറക്ക തകരാറുകളും ഉണ്ടാകാം. ദെൻ വയസ്സാകുമ്പോഴത്തേക്കും സാധാരണ രീതിയിൽ ഉറക്കം കുറയും. ദെൻ സ്ലീപ്പ് പാറ്റേൺസ്, ശരിയായുള്ള സ്ലീപ്പ് പാറ്റേൺ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇപ്പൊ ജോലി അങ്ങനെയൊക്കെയുള്ള പ്രശ്നം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. സ്ഥിരമായിട്ട് ഉറങ്ങുന്ന സമയമൊക്കെ തെറ്റുന്നു. ദെൻ പിന്നെ ഒരു പ്രശ്നമുള്ളത് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോമോ നമുക്ക് ഇൻസോമിനിയ അല്ലെങ്കിൽ ഉറക്കക്കുറവ് മൂലമുള്ള ഒരു രോഗമായിട്ട് നമുക്ക് പറയാം. 2ാമത്തത് ഹൈപ്പർസോംനിയ ആണ്. ഹൈപ്പർസോംനിയ ഡിസോർഡർ ഓഫ് എക്സസീവ് സോംനോലസൻസ് ആണ്. എക്സസീവ് സോംനോലസൻസ്, ഉറങ്ങി അങ്ങ് വീഴുകയാണ്. ഒന്ന് നാർക്കോലെപ്സി ആണ്. നാർക്കോലെപ്സി എന്ന് പറഞ്ഞാൽ അമിത ഉറക്കം, പക്ഷെ ഡേ ടൈമിലാണ്, പകൽ ഉറങ്ങുന്നതിനെയാണ് നമ്മൾ നാർക്കോലെപ്സി, രാത്രി ഉറങ്ങുന്നതിനല്ല. ഇത് രാത്രി മിക്കവാറും ശരിയായിട്ട് ഉറങ്ങാത്തതൊക്കെ മൂലം ആയിരിക്കാം മിക്കവാറും എക്സസീവ് ഡേ ടൈം സ്ലീപ്പ്. ഓക്കെ, സോ പല മരുന്നുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇനി 2ാമത്തെ പ്രധാന വേറൊരു പ്രശ്നമുള്ളത് സ്ലീപ്പ് അപ്നിയാണ്. സ്ലീപ്പ് അപ്നിയ എന്ന് വെച്ചാൽ പ്രധാനം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് രോഗിക്ക് ശ്വാസം കിട്ടുന്നില്ല, രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേക്കും എഴുന്നേൽക്കുന്നു. കാരണം അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, ഉദാഹരണത്തിന് ലാരിങ്സിന് മുൻവശം വരെയുള്ള അവിടെ ഏതെങ്കിലുമൊക്കെ നമ്മൾ
കിടന്നുറങ്ങുമ്പോഴത്തേക്ക് അടഞ്ഞു പോവുകയാണ്. അപ്പോഴത്തേക്ക് എന്ത് പറ്റും? റെസ്പിറേഷൻ കിട്ടുന്നില്ല. രോഗി ഒരു 10 സെക്കൻഡ് നേരം ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നു, എഴുന്നേൽക്കുന്നു. അപ്പോൾ ഇരിക്കുന്നു, എഴുന്നേറ്റ് ഇരിക്കുന്നു. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഉറക്കം പോകുന്നു. ഇതാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ. മിക്കവാറും കൂർക്കം വലിയൊക്കെ അതിന് മുമ്പ് ഉണ്ടായിരിക്കും. മാത്രമല്ല ഇത് ഒബീസ് ആയിട്ടുള്ള ആൾക്കാരിലാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കൂടുതൽ എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഇവരപ്പോൾ എന്ത് ചെയ്യും? അവർ പകല് വന്നിരുന്നിട്ട് ഇരുന്ന് ഉറങ്ങും. അവർക്കപ്പോൾ കിടന്നുറങ്ങുന്നതല്ല സുഖം, ഇരുന്ന് പകല് രാത്രി ഉറക്കത്തിന് പകരമായിട്ട് പകല് പെട്ടെന്ന് വന്നിരുന്ന് ഉറങ്ങി അമിതമായിട്ട് ഉറങ്ങിപ്പോവുക. സോ ഇവർക്ക് രാത്രി REM സ്ലീപ്പാണ് തകരാറായിട്ട് വരിക. ശരിയായിട്ട് കിട്ടിയിട്ടില്ല. സോ ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ CPAP, പോസിറ്റീവ് പ്രഷർ മെയിൻ്റനൻസ് ആണ് ഒരെണ്ണം. ദെൻ പോസ്റ്റ് സർജറി പോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഒക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുക. ഇങ്ങനെയൊക്കെ ഡോക്ടർമാരായിരിക്കും. ദെൻ പിന്നെ ഉള്ളത് പീരിയോഡിക് എപ്പിസോഡ്സ് ഓഫ് ഹൈപ്പർസോംനിയ ഉണ്ട്. പീരിയോഡിക് എപ്പിസോഡ്സ്, അതിനെ നമ്മൾ ക്ലെയിൻ ലെവിൻ സിൻഡ്രോം എന്നാണ് പറയുക. ഞാൻ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല. മറ്റ് പാരാസോംനിയാസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടുത്ത ഭാഗം നമുക്ക് പറയാനുള്ളത് മരുന്നുകളെ കുറിച്ചിട്ടാണ്. സോ അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം തൊട്ട് നമുക്ക് മരുന്നുകളിലേക്ക്, ഡ്രഗ്സുകളിലേക്ക് പ്രവേശിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.